നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റ സീസണിൽ ലിയോ മെസ്സി നേടിയിട്ടുള്ള ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് 19 അതിനൊപ്പം റാഫിഞ്ഞ എത്തി എന്നുള്ള വാർത്ത ഇത് നമ്മൾ കണ്ടല്ലോ. ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റ് ഇത് പുതിയ ഫോർമാറ്റാണ് ബായി. അപ്പോൾ ഫോർമാറ്റ് മാറിയത് കൊണ്ടാണ് റാഫിഞ്ഞയ്ക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റിയതാണ്. അതായത് മെസ്സി ഫോർമാറ്റൊക്കെ പുതിയ തന്നെ, പക്ഷേ മെസ്സി കളിച്ച അത്ര കളി തന്നെ ഇപ്പോൾ റാഫിഞ്ഞയും കളിച്ചിട്ടുള്ളൂ 11. അതങ്ങ് അംഗീകരിച്ചേക്ക് പോയി, ഒപ്പത്തിനൊപ്പം എത്തിയിട്ടുണ്ട് ആ കാര്യത്തിൽ. അല്ലാതെ മെസ്സിയോടൊപ്പം റാഫിഞ്ഞ എത്തി എന്നല്ല പറഞ്ഞ് ഈ കാര്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ ഫോർമാറ്റ് അതുകൊണ്ട് ഇനിയും കളികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇനിയും ഗോളുകളും അതുപോലെ ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുതിയ ഫോർമാറ്റും പഴയ ഫോർമാറ്റും തമ്മിൽ കളിയിൽ വൻ അന്തരമൊന്നുമില്ല. 2 കളികളാണ് അധികം വരുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കിയാൽ നന്ന്. അതുപോലെ തന്നെ ഇപ്പം ബ്രസീൽ അർജൻറ്റീന മത്സരം കഴിഞ്ഞതിന് ശേഷം റാഫിഞ്ഞ ആദ്യ കളിയിൽ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചില്ല, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കി, അങ്ങനെയൊക്കെ ഉണ്ടായല്ലോ, കുറഞ്ഞ സമയം മാത്രം. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ്, ആ അർജൻറ്റീന ബാഴ്സ മത്സരത്തിന് ശേഷം റാഫിഞ്ഞയുടെ ഫോം കുറഞ്ഞ പോലെ, ഇവിടെ ഒറ്റ കളി എന്ന് കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിലരങ്ങനെ ആഗ്രഹിക്കുന്നുവോ എന്നൊരു സംശയം. ബാഴ്സയുടെ ആരാധകരാണെന്ന് പുറത്തു വെക്കുകയും എന്നാൽ മറ്റു ചില കാരണം കൊണ്ട് റാഫിഞ്ഞ ഒന്ന് മോശക്കാരനായി കണ്ടാൽ നല്ലത് എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നവരില്ലേ എന്നൊരു സംശയം. സംഗതി എന്തായാലും ഹൻസി ഫ്ലിക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, റാഫിഞ്ഞ ഇങ്ങനെ കളിക്കുന്നതിൽ ഇത്ര മികച്ച പ്രകടനം നടത്തുന്നില്ല. എനിക്കൊരു അത്ഭുതവുമില്ല. അവൻ ആദ്യ ദിവസം കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു അവൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന്. യെസ്, ഫ്ലിക്ക് അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു, റാഫിഞ്ഞ പൊളിച്ചെടുക്കുന്നു. ഇപ്പോൾ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക മിന്നും പ്രകടനം കണ്ടല്ലോ. അതോടുകൂടി ഇപ്പോൾ 2024-25 സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന താരങ്ങൾ മൊത്തം എടുത്താൽ 878 താരങ്ങൾ കളിച്ചിട്ടുണ്ട്. 11 മത്സരങ്ങളാണ് ഓരോ ടീമും കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എത്തി നിൽക്കുമ്പോൾ ഏറ്റവും അധികം ഗോളുകൾ നേടിയത് ആരാണ്? ഫസ്റ്റ് ഇൻ ഗോൾസ് യൂസിലിൽ ആകെ റാഫിഞ്ഞയാണ്, 12. അസിസ്റ്റിന് മുമ്പിൽ ആരാ? റാഫിഞ്ഞയാണ്, 7. ഫസ്റ്റ് ഇൻ ഗോൾ കോൺട്രിബ്യൂഷൻ ആരാ മുന്നിൽ? റാഫിഞ്ഞയാണ്, 19. ഫസ്റ്റ് ഇൻ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് മുന്നിലാരാ? റാഫിഞ്ഞയാണ്, 11. കീ പാസുകളുടെ കാര്യത്തിൽ രണ്ടാമത് റാഫിഞ്ഞയാണ്, 36. അപ്പോൾ ഇനിയും റാഫിഞ്ഞയെ അംഗീകരിക്കാൻ ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ ഫ്ലിക്ക് പറഞ്ഞത് കേൾക്കുക. റാഫിഞ്ഞയുടെ ഈ പ്രകടനം കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നില്ല. ഐ ആം നോട്ട് സർപ്രൈസ്ഡ് ബൈ റാഫിഞ്ഞ അറ്റ് ഓൾ. ഓൾറെഡി അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഓൾവേസ് അദ്ദേഹം അത് ചെയ്യുന്നുമുണ്ട്. അദ്ദേഹം മറ്റ് ടീംമേറ്റ്സിന് ഒരു റോൾ മോഡലാണ് എന്ന് മാത്രമല്ല, റാഫിഞ്ഞ അദ്ദേഹം ഒരു അൺബിലീവബിൾ പ്ലെയറാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റാഫിഞ്ഞ കണ്ടിന്യൂസ് ടു ഷോ ദാറ്റ് ഹീ ഈസ് ആൻ അൺബിലീവബിൾ പ്ലെയർ. അദ്ദേഹം അത് വീണ്ടും വീണ്ടും കാണിക്കുന്നു. ഞാനിവിടെ എത്തിയ ആദ്യ ദിവസം മുതൽ ഞാനത് മനസ്സിലാക്കിയിട്ടുമുണ്ട് എന്ന് ഫ്ലിക്ക് പറയുന്നു. ഇനിയും റാഫിഞ്ഞയെ സംശയിക്കുന്നവർക്ക് സംശയിക്കാം, അത് പ്രശ്നം വേറെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.